ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ മദീനയിലെ മറ്റൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മൾ റസൂലുള്ളാഹിനോട് സലാം പറയാൻ വേണ്ടിയിട്ട്, റസൂലുള്ളാഹിനെ കാണാനും സലാം പറയാനും വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്കും റഫീഖക്കും 2 ടൈമാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് രാത്രിയിലാണ്, രാത്രി 11 മണിക്കാണ് എനിക്ക് ടൈം കിട്ടിയത്. ഇപ്പോൾ അറിയാമല്ലോ, ന്യൂസൂക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് വഴി നമ്മൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിലാണ് നമ്മൾ എന്താ പറയുക ആ ഒരു ടൈം കറക്റ്റാക്കി എടുക്കുന്നത് ഓൺലൈൻ വഴി. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റ് കിട്ടും. ആ ഒരു ഡേറ്റ് ആ ദിവസത്തിൽ ഏത് ടൈമാണ് എന്നും കൂടെ നമുക്ക് ആ ഫോണിൽ സെലക്ട് ആകും. എന്നിട്ട് ഫോണിൽ നമുക്കൊരു സ്ക്രീൻഷോട്ട് ഉണ്ട്, അത് നമ്മളവിടെ കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. ഇപ്പോൾ ദാ റഫീഖക്ക് സമയം കിട്ടിയത് 4:30 കേട്ടോ. അതായത് അസ്ർ നമസ്കാരത്തിന് നമ്മൾ പള്ളിയിലേക്ക് പോയി, അതിന് മുമ്പ് പോയി. എന്നിട്ട് അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് റഫീഖ റസൂലുള്ളാഹിനോട് കാണാനും സലാം പറയാനും വേണ്ടിയിട്ട് പോയി. അതിനുശേഷം നമ്മൾ തിരിച്ച് റൂമിലൊക്കെ വന്നിട്ട് ഇപ്പം ഇശാ നിസ്കരിച്ച് നമ്മൾ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്പോൾ എൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. എനിക്ക് 11:30ക്കാണ് എൻ്റെ ടൈം. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ മദീന പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അറിയാമല്ലോ, നമ്മൾ റസൂലുള്ളാഹിനെ കാണാൻ പോകുമ്പോൾ പുതിയ ഡ്രസ്സും ഉള്ളതിൽ നല്ല ഡ്രസ്സ്, പുതിയതാണെങ്കിൽ പുതിയത്, നല്ല നീറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ഒരുങ്ങിയിട്ട് തന്നെ കേട്ടോ നമ്മൾ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുക. എന്താ പറയുക, നമ്മളെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും എന്താ പറയുക, ഒരു ആങ്സൈറ്റിയോ എന്താണെന്നറിയില്ല, ആ ഒരു ഫീലാട്ടോ നമുക്ക് ഉണ്ടാവുക. ആ ഒരു സമയത്ത് വല്ലാത്തൊരു ഇഷ്ടവും എത്രയും പെട്ടെന്ന് ആ സമയം ആവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കട്ടെ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും ആ ഒരു ടൈമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാം, ഒരു ബോക്സിൽ കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു മഞ്ഞ കളർ ഈത്തപ്പഴമല്ല, പച്ച എന്ന് പറയുന്നത് പച്ചയാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഈത്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബോക്സിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു ഫ്രണ്ട് തന്നതായിരുന്നു. അപ്പോൾ അതിങ്ങനെ നമ്മൾ കുറേ വെച്ചിട്ട് കാര്യമില്ല, അതിങ്ങനെ പിറ്റേ ദിവസത്തേക്കിന് അതിങ്ങനെ പഴുത്തു പോട്ടെ, അലിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പള്ളിയിൽ നിന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറേ സമയം പള്ളിയിലൊക്കെ ഇരുന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഇതുപോലെ നമുക്കും ഓരോരുത്തർ ഡേറ്റ്സ്, അതുപോലെ തന്നെ ചോക്ലേറ്റ്, കേക്ക്, ഇങ്ങനെ കപ്പ് കേക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ചെറിയ സ്നാക്ക് ഐറ്റംസൊക്കെ ഇങ്ങനെ തരും കേട്ടോ. ചായ, പിന്നെ കാവ, അതൊക്കെ തരും. നമ്മൾ വേഗം അത് വാങ്ങിച്ച് കഴിക്കും, ആരായാലും കഴിക്കും. കാരണം നമ്മൾ അത്രയും സമയം അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വരുമ്പോൾ എല്ലാവർക്കും വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങി കഴിക്കലുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളും അതിങ്ങനെ പള്ളിയിൽ നിന്ന് വരുന്നവർക്ക് ഇപ്പോൾ സമയം കഴിഞ്ഞല്ലോ, ഇശാ നമസ്കാരമൊക്കെ കഴിഞ്ഞല്ലോ, അതിന് ശേഷമാണല്ലോ. അപ്പോൾ എല്ലാവരും പള്ളിയിൽ നിന്ന് വരുന്നുണ്ട്, കുറച്ച് പേർക്ക് പള്ളിയിൽ ഇരിക്കുന്നുണ്ട്, അങ്ങനെയാണുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഒക്കെ കൊടുക്കാം, പള്ളിയിലുള്ളവർക്കൊക്കെ കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഒന്ന് കൈപ്പിടിച്ചതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ടൈം ആയിട്ടില്ല, സമയമുണ്ട്, കുറച്ചുകൂടെ സമയമുണ്ട്, അരമണിക്കൂറെല്ലാം ഉണ്ട് ടൈം. നമ്മൾ ടൈം കഴിഞ്ഞു പോകരുത് കേട്ടോ. നമുക്ക് അതിൽ കിട്ടിയ ഒരു ടൈം ഉണ്ടല്ലോ, 11:30 എൻ്റെ ടൈം. 11:30 കഴിയരുത്, കാരണം നമ്മൾ 11:30 നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് അവർക്ക് നമ്മൾ ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾക്കറിയാം, അവിടെ ചെയ്യുമ്പോൾ എല്ലാവരും ഇപ്പം അങ്ങനെയാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് റൗദയിലേക്ക് പ്രവേശനം എന്ന് പറഞ്ഞാൽ കുറേ അതിങ്ങ് തുറക്കുന്ന സമയത്ത് ഒരുപാട് പേരങ്ങ്, അതൊക്കെ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും, ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേരങ്ങ് കയറുക ചെയ്യുക റൗദ ഷരീഫിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിയിട്ട് ആർക്കും സലാം പറയാനോ മര്യാദക്ക് 2 റക്അത്ത് നമസ്കരിക്കാനോ പറ്റാത്തൊരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ശരിക്കും പേടിയായിരുന്നു കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ, നമുക്ക് സലാം പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ നമസ്കാരത്തിന് ടൈം കിട്ടുമോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷനല്ല. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത്ര ഒരു ആളുകളെ കണക്കാക്കിയിട്ട് അവരതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, റിലാക്സ് ആയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. എന്തായാലും അത്രയും ടൈമും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടെൻഷൻ വേണ്ട. പിന്നെ നമ്മൾ മക്കത്തേക്ക് വന്നിട്ട് മക്കത്തു നിന്നാണ് നമ്മളിത് ഈ ഒരു ആപ്പിൽ നമ്മളിത് റെഡിയാക്കി വെച്ചത്. അപ്പോൾ അത്ര സമയമുണ്ടല്ലോ, നമുക്കൊരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത്. അതിന് കണക്കാക്കിയിട്ട് നമ്മൾ മക്കത്തു നിന്ന് മദീനയിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തത്. ആ ഒരു ഡേറ്റിനെ കണക്കാക്കിയിട്ട് നമ്മളിവിടെ എൻ്റെ 2 ദിവസം മുമ്പേ നമ്മളിവിടെ ഉണ്ട്, നമുക്ക് ടൈം ഉള്ളത് കൊണ്ട്. നിങ്ങൾക്ക് അല്ല ഒരു 5 ദിവസത്തിനൊക്കെ അല്ലെങ്കിൽ 3 ദിവസത്തിനൊക്കെ വരുന്നവരാണെങ്കിൽ നേരത്തെ അത് വരുമ്പോൾ തന്നെ അത് ചെയ്ത് റെഡിയാക്കിയിട്ട് വരിക കേട്ടോ. എന്നിട്ട് മക്കത്ത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾ ആ പറയുന്ന ഡേറ്റിന് മദീനത്തേക്ക് വന്നാൽ മതി. ആ ഒരു ടൈമിന് ആ ഒരു ഡേറ്റിന് മദീനത്തേക്ക് വന്നാൽ അത് കറക്റ്റാവും കേട്ടോ. ഇത്രയും ദിവസമൊന്നും വേണമെന്നില്ല. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒറ്റക്കാണോ വന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പിലാണോ വന്നത്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുമുണ്ട്, നമ്മൾ രണ്ടാളും ഒറ്റക്കാട്ടോ വന്നത്, ഗ്രൂപ്പിലല്ല വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അറിയുന്നവരുണ്ട്, അങ്ങനെ ഭാഷ അറിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ഭാഷ അറിയില്ല, അറബി അറിയില്ല, ഇംഗ്ലീഷ് വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയും വെച്ചിട്ട്, ഇംഗ്ലീഷ് ഇവിടെ കാര്യമില്ല, പക്ഷേ ഹിന്ദി കുഴപ്പമില്ല, ഈ പാകിസ്ഥാനികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ. പിന്നെ അറബി അറിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഈസിയാണ് കേട്ടോ. അറബി ഇവിടെ പണിക്ക് വന്നവരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, ഗൾഫിൽ നിന്നവരൊക്കെ, അവർക്കൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഒറ്റയ്ക്ക് വന്നാലും ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മക്കത്തൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു ടാക്സിയൊക്കെ വിളിക്കുന്ന സമയത്ത് അവരോട് പറയുമ്പോൾ, ഭാഷ അറിയുന്നവർ പറയുമ്പോൾ അവർ പറയുന്നതിൻ്റെ ഒരു പകുതിയിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് കേട്ടോ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കും ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ എൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് പച്ചക്കുബ്ബ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകാറ്. നമുക്ക് ഇവിടെ നിന്നൊക്കെ റസൂലുള്ളാഹിനോടും ഒക്കെ സലാം പറയാം. ഇവിടെ തന്നെയാണ് നമ്മൾ സലാം പറയാം, ഇങ്ങനെ പള്ളിയിലേക്ക് പാസ് ചെയ്ത് പോകുമ്പോൾ. പക്ഷെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക്, പച്ചക്കുപ്പേൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ പോകാൻ വേണ്ടി പോകുന്നത്. അതായത് ആണുങ്ങൾക്ക് വേറെ ഏരിയ ആണ്, പെണ്ണുങ്ങൾക്ക് വേറെ ഏരിയ ആണ്. അപ്പോൾ ഇതാ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് റഫീഖാക്ക് എൻ്റെ കൂടെ വരാൻ പറ്റില്ല, ഇവിടുന്ന് നമ്മൾ വേണം പോകാൻ. അങ്ങ് ആ ക്യൂ നിൽക്കുന്ന അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ഒരു ടൈം നമ്മൾ ഫോണിൽ കാണിച്ചു കൊടുക്കും. ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. അങ്ങനെ ആ ഒരു ടൈമിൽ നമ്മളവിടെ ഉണ്ടാവണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇപ്പോൾ റഫീഖ പുറത്താണുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ കുറേ ടൈം 11 മണിക്ക് 11:30 എൻ്റെ ടൈം. ആ ഒരു ടൈമിൽ എന്നെ ഉള്ളിലേക്ക് കയറ്റി. കുറേ പേരുണ്ട് കേട്ടോ. പക്ഷേ റൗള ഷെരീഫിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ഒരു ടൈമിലൊന്നും കയറ്റി വിടുന്നില്ല, അത്രയും ആളുകളുണ്ട്. അപ്പോൾ ഒരു ക്യൂ ഉള്ളിലേക്ക് വിട്ടതിന് ശേഷമാണ് അടുത്ത ക്യൂ വിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റൗള ഷെരീഫിൻ്റെ പുറത്താണ് ഇപ്പോൾ. നിങ്ങൾ ആ പച്ചയും ഗോൾഡനും കൂടെ കണ്ടിട്ടില്ലേ, അവിടെയാണ് കേട്ടോ, ഈ ഒരു സൈഡിലായിട്ട് അവിടെയാണ് റസൂലുള്ളാഹ് ഉള്ളത്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ ക്യൂ ആണ് കേട്ടോ. ഇത്രയും ആളുകൾ ക്യൂവിലാണ് കേട്ടോ. ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ ക്യൂവിലുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ വെറുതെ എൻ്റെ സാംസങ് ഫോണിൽ വെറുതെ ഈ ഒരു പച്ചയും ഗോൾഡനും ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. അൽഹംദുലില്ലാഹ് എനിക്ക് 1 മണിക്കൂറും 1.25 മണിക്കൂറോളം എനിക്ക് റൗള ഷെരീഫിൻ്റെ ഉള്ളിൽ സുന്നത്ത് നമസ്കാരത്തിനായിട്ടും പ്രാർത്ഥനക്കായിട്ടും എനിക്ക് ഒരുപാട് ടൈം കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. റസൂലുള്ളാഹിനോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടും അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോടും സലാം പറയുക. ആദ്യം റസൂലുള്ളാഹിനോട് പറയാം, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയാം, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോട് പറയാം. ഇത്രയേ നമുക്ക് അവിടെ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഖുർആൻ ഓതുകയോ സുന്നത്ത് നമസ്കരിക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനവിടെ സുന്നത്ത് നമസ്കരിക്കുകയാണ് ചെയ്തത്. വേഗം സലാം പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അള്ളാഹുവിനോട് നമുക്ക് അള്ളാഹുവിന് വേണ്ടി നമുക്ക് സുന്നത്ത് നമസ്കരിക്കാം, എത്ര വേണമെങ്കിലും നമസ്കരിക്കാം. അങ്ങനെ ഒരുപാട് ടൈം എനിക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ടൈം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തിരിച്ച് വരാൻ നേരം റഫീഖ് എന്നെ വിളിച്ചു, നീ എവിടെയാണുള്ളത്, എന്നെ കാണുന്നില്ല, കുറേ സമയമായാലോ, ഞാൻ റൂമിലേക്ക് പോയോ, ഇനിയിപ്പോൾ വഴി തെറ്റിപ്പോയോ എന്നറിയിട്ട് റഫീഖ് ബേജാറായിട്ടോ, ആകെ ടെൻഷനായി. എന്നിട്ട് എനിക്ക് കോള് വന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ, കുറേ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരികയെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ആ ഫോണിലൊന്ന് അവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. റൗള ഷെരീഫിൻ്റെ ഉള്ളിലാണ് ഞാൻ പോയിരുന്ന ആ സ്ഥലമാണ് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തന്നത് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ മാറ്റുന്നുണ്ടല്ലോ ആ ഒരു ഭാഗം. ഇപ്പോൾ അതാ നമ്മൾ പുറത്തിറങ്ങി. ഇത് ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ റഫീഖ് എടുത്തതാണ് കേട്ടോ. റഫീഖ് കുറേ നേരം പുറത്തുണ്ടായിരുന്നല്ലോ, അങ്ങനെ എടുത്തിട്ടുള്ളതായിരുന്നു ഇത്.
അപ്പോൾ അത് വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. നമ്മൾ റസൂലുള്ള എന്താ പറയുക കേട്ട് പറഞ്ഞ് അറിഞ്ഞ റസൂലുള്ളാഹിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. റസൂലുള്ളാഹിനെ കാണാനും അതുപോലെ തന്നെ സലാം പറയാനും നമുക്ക് അവിടെ പറ്റുന്നുണ്ട്. അതൊക്കെ വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമല്ല എല്ലാവർക്കും. അതിനൊന്നും പറ്റാത്തവർക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താനും നേരിട്ട് റസൂലുള്ളാഹിനോട് സലാം പറയും. നിങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചതെല്ലാം എല്ലാവരും പറഞ്ഞതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തന്നെ നേരിട്ട് പോയിട്ട് അവിടെ സലാം പറയാൻ പറ്റട്ടെ എന്ന് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കവിടെ 1 മണിക്കൂറിൽ മേലെ കിട്ടിയത്, റഫീഖ കിട്ടിയത് അരമണിക്കൂറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത്രയും കിട്ടുമെന്ന് വിചാരിക്കേണ്ട. എനിക്ക് തോന്നുന്നു രാത്രിയായിട്ടോ എന്താണെന്നറിയില്ല, നമുക്ക് അത്രയും കിട്ടി. പിന്നെ നമ്മളവിടെ ഉള്ള സമയം നമ്മളൊരു സെക്കൻഡ് പോലും പാഴാക്കാതെ സുന്നത്ത് നമസ്കരിക്കുക. സുന്നത്ത് നമസ്കാരത്തിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് അള്ളാഹുവിനോട് നമ്മളെ കാര്യങ്ങൾ, നമ്മളെ ആഗ്രഹങ്ങൾ പറയാം, നമ്മളെ ആവശ്യങ്ങൾ പറയാം, എല്ലാം പറയാം കേട്ടോ. നമസ്കരിക്കാം. നമുക്ക് 2 റക്അത്ത് മാത്രമല്ല, വീണ്ടും 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 നമുക്ക് സുന്നത്ത് എത്രയും വേണമെങ്കിലും നമസ്കരിക്കാമല്ലോ. നമസ്കരിക്കുക, ദുആ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുക. ഉള്ളിൽ കയറിയിട്ട് നമ്മൾ വെപ്രാളം കൊണ്ട് നമുക്ക് എന്താണെന്ന് തിരിയില്ല. അതുണ്ടാവാതെ നമ്മൾ ഒന്ന് പ്ലാൻഡായിട്ട് വേഗം കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു അവസരമൊന്നും അല്ലല്ലോ അത്. അതുകൊണ്ട് അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. വേറൊന്നുമില്ല, കയറിയിട്ട് നമ്മൾ റസൂലുള്ളാഹിനോട് ഫസ്റ്റ് പറയാം, 3 പേരോടും സലാം പറയുക, ശേഷം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ ദുആ ചെയ്യുക. കാര്യം റസൂലുള്ളാഹിൻ്റെ എന്താ പറയുക ആ വീടിൻ്റെയും അതുപോലെ തന്നെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം ഭൂമിയിലെ സ്വർഗ്ഗമെന്ന് റസൂലുള്ളാഹി വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ദുആക്ക് ഉത്തരമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ പറയുക, പ്രാർത്ഥിക്കുക, അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുക, നമസ്കരിക്കുക. അതാണ് നമുക്ക് അവിടെ കൂടുതൽ ചെയ്യാനുള്ളത്. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ. ഇത് ഞാൻ ഉള്ളിൽ പോയ സമയത്ത് ഇവർക്ക് ആണുങ്ങളെ ആ ഭാഗം ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ റഫീഖ ഉള്ളിൽ റസൂലുള്ളാഹിനോട് സലാം പറയാൻ വേണ്ടിയിട്ട് ഇതാ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഫീഖ എടുത്ത ജസ്റ്റ് ചെറിയൊരു വീഡിയോ കേട്ടോ ഇത്, ഞാനത് അതിൽ ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം തന്നെ എന്താ പറയുക, കാണാൻ പറ്റാത്തവർക്കും മനസ്സിൽ ആഗ്രഹം ഉള്ളവർക്കും എല്ലാം നമുക്ക് ഇതിലൂടെയെങ്കിലും കാണാൻ പറ്റും, എന്തെങ്കിലും ഒരു നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളിൽ നിന്ന് അറിയാൻ പറ്റും എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ വീഡിയോനെ കാണുക കേട്ടോ. എൻ്റെ പനിയെല്ലാം മാറിയിട്ടാ. സൗണ്ട് ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. കോൾഡൊക്കെ ഏകദേശം റെഡിയായി, പകുതി മുക്കാലും റെഡി ആയിട്ടുണ്ട്, ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് അങ്ങനത്തെയൊക്കെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ വരുന്നത് വരെയുള്ള കുറച്ച് വീഡിയോസ്, അതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. 1-2 വീഡിയോയും കൂടെ വരാനുണ്ട്. നിങ്ങൾ ചോദിച്ച സ്ഥലങ്ങളും ചോദിച്ച കാര്യങ്ങളും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അതുപോലെ എത്രയാണ് നിങ്ങൾക്ക് റേറ്റ് വന്നേ, രണ്ടാൾക്കും കൂടെ പോയിട്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വരും വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ആക്കാം. ഞാനിതിൽ പറയാൻ നിന്നതാണ്, പക്ഷേ വേറെ എന്തെങ്കിലും ആയിട്ട് മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ കുഞ്ഞു വീഡിയോസ് അല്ല, അപ്പോൾ ആ വീഡിയോയിൽ പറയേണ്ട കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പോൾ ഇങ്ങനെ തിരക്കായി പോകുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. بارك الله فيك.